ഷിബു സാറേ, എന്റെ ബെന്നി എത്ര വിളി വിളിച്ചു ബെന്നിനെ. ആ സാറേ. താനോ? സാറെന്താ ഇവിടെ? ഇത് തന്റെ വീടാണോ? അതെ, എന്റെ വീടാ. 4 പടം കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ സെറ്റപ്പ് അങ്ങ് മാറിയല്ലോ. കാറ്, വീട്, നല്ല കൊയ്ത്താണല്ലേ. അതിനെ ഇങ്ങനെ അറിയാലോ, ദൈവഭാഗ്യത്തിന് ഇങ്ങനെ നമ്മള് ദൈവം തരുന്നതാണല്ലോ. തനിക്കേ ഇവനൊരു 10 ലക്ഷം രൂപ തരാനുണ്ടോ? അതെ, എനിക്കാണ് 10 ലക്ഷം രൂപ വരാനുള്ളത്. എടോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഓപ്പറേഷന് കാശ് കൊടുത്തിട്ട് അത് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഭീഷണിയല്ലേ? എടോ, ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ല, നാണമില്ല തനിക്ക്? സാർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എടോ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒരു ഗതിയില്ലായിരുന്നു നിന്നെയൊക്കെ പ്രൊഡക്ഷൻ കളറാക്കി എന്നെ വേണം അടിക്കാൻ. മനസാക്ഷി ഇല്ലാത്ത ചെറ്റ. മനസാക്ഷി ഇല്ലാത്ത ചെറ്റ ഞാൻ? സാറിനാണ് മനസാക്ഷി ഇല്ലാത്തത്. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 10 ലക്ഷം രൂപയാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. ആ കാശ് ചോദിച്ചല്ലേ സാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. ഹലോ. ഹലോ സാറേ, ഞാൻ മിസ് കോൾസ് ഒക്കെ കണ്ടിരുന്നു. ഷിബു, കാശിന്റെ കാര്യം എന്തായി? എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം കൂടി വേണം. ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് അവിടെ എത്തിക്കാം. എടോ, കാശ് എനിക്കിപ്പോ കിട്ടിയാ മൊത്തത്തിൽ എന്റെ പ്രശ്നവും തീരാൻ പോകുന്നില്ല. പക്ഷെ അതിപ്പോ കിട്ടിയാലേ തൽക്കാലം എനിക്കൊന്ന് പിടിച്ചു വയ്ക്കാൻ പറ്റൂ. താനൊന്ന് മനസ്സിലാക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കാം സാറേ. ഞാൻ വിളിക്കാം. അല്ല, ഞാൻ കൊച്ചിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു സാറേ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ തന്നെ എടുത്തു കൊടുത്തേനെ. ഇതിനാണല്ലേ ഞാൻ തന്നെ പോണമെന്ന് പറഞ്ഞത്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇനി ഇവൻ നിങ്ങളോട് 10 ലക്ഷം രൂപ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ചോദിച്ചില്ലെങ്കിൽ എന്താ സാറേ, സന്തോഷമല്ലേ ഉള്ളൂ. തനിക്കാണോ കാശ്? എനിക്കെന്തിനാ സാറേ കാശ്? എനിക്ക് ശിവിക്കാൻ ബക്കറ്റില്ലേ. ഇനി നിനക്ക് മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ലട്ടോ. എന്നാ 10 ലക്ഷം രൂപ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇനി അതിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സാറേ, ഒരു മിനിറ്റ് ഒന്ന്. സാറേ, എന്ത് മണ്ടത്തരായി കാണിക്കണേ? 10 ലക്ഷം രൂപയ്ക്ക് ഒറ്റയടിക്കുന്നതിനെ വേണ്ടെന്ന് വെക്കണേ. എടോ, ഈ പേരിൽ ആ പയ്യനെങ്ങാനും മരിച്ചാലേ ദൈവം എന്നെ വെറുതെ വിടൂല. എന്ത് വിട്ടിത്തരാണ്, എന്ത് അന്ധവിശ്വാസമാണ് സാറേ. എടോ, അത് എനിക്ക് അറിയാത്തതുകൊണ്ടാ. ഈ 10 രൂപ ഞാനിപ്പോ മറന്നാല് പുള്ളിക്കാരൻ എന്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാ? അപ്പൊ സയൻസ് ശാസ്ത്രമൊക്കെ പോയോ? രണ്ട് പടം പൊട്ടിയപ്പോഴേക്കും വട്ടായി പോയെന്നാ തോന്നുന്നേ. ഈ സെൻസർ വെച്ച ഗേറ്റ് ആരാ തുറന്നേ? ശരി. അപ്പൊ ശരി ചേട്ടാ, ഒരു മിനിറ്റ്. അച്ഛ, തെറ്റാണെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. പോട്ടെ. ശരി.
എന്തിനാണ് ഇനി മസിൽ പിടിച്ചിരിക്കുന്നത്? ഞാൻ എഴുതി വെച്ച കത്തച്ഛൻ കണ്ടാലെന്താ? അതൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. എന്തായാലും അച്ഛനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. നീ പേടിക്കണ്ട. എടാ പേടിക്കണ്ടെന്ന്, ഞാൻ സംസാരിച്ചോളാം. നീ ഇതെവിടെ പോയതാടാ? നീ എവിടെ ആയിരുന്നടാ? എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയുന്നേ? ഞാനിപ്പോ പോലീസ് സ്റ്റേഷൻ വരെ വിളിച്ചു പറഞ്ഞിട്ട് നിൽക്കുക. ചേട്ടാ ഒരു മിനിറ്റ്. എടാ നീ അകത്തേക്കില്ല. സാർ നിങ്ങൾ ഇവനെ എങ്ങനെ? ചേട്ടാ അവനൊരു ചെറിയ മണ്ടത്തരം കാണിച്ചു. നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഓർത്ത് അവൻ ആത്മഹത്യക്ക്. സാറേ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുന്നു പേടിച്ചിട്ട് തന്നെയാ. അവൻ തെറ്റിയെന്ന് അറിഞ്ഞിട്ടും അവനൊന്ന് വഴക്കുറയോ അടിക്കുമല്ലോ ഞാൻ ചെയ്തിട്ടില്ല. സർ അവന് വിഷമം വരാതിരിക്കാൻ വേണ്ടി അവന്റെ മുഖത്തോക്കി ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പൈസ കൊടുക്കാന്ന് വരെ ഞാൻ പറഞ്ഞതാ. ഞാൻ കൊടുക്കും സാർ, ഞാൻ കൊടുക്കും. ആരെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ ഈ പൈസ കൊടുക്കും. എനിക്ക് എന്റെ മോനാ സാർ വലുത്. ചേട്ടൻ ഇനി പൈസയ്ക്ക് വേണ്ടി ഒന്നും കഷ്ടപ്പെടണ്ട. ഞാനത് സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അവരിനി കേസിനൊന്നും പോകത്തില്ല. സാർ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടാ എല്ലാം ഓക്കെ ആയിട്ട് വിഷ്ണു തന്നെ പറയും.